ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നൊരു ചെറിയൊരു മേക്ക് ഓവർ വീഡിയോ ആണ് എടുക്കുന്നത്. ഓക്കെ, എൻ്റെ ഒരു സിമ്പിൾ മേക്കപ്പ്. ആദ്യം തന്നെ അലോവേര ജെൽ എടുക്കുകയാണ്. അത് മുഖത്ത് കുറച്ച് ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ട് കുറച്ച് ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയാണ് അലോവേര ജെൽ എടുക്കുന്നത്. പിന്നെ ഇനി ഫൗണ്ടേഷൻ, ഒരു സിമ്പിൾ ഒരു ഫൗണ്ടേഷൻ, വലുതായിട്ടൊന്നും ഇടുന്നില്ല, ചെറുതായിട്ട് കുറച്ച് ഡാർക്ക്നെസ് വരുന്നത് കൊണ്ട് ചെറിയൊരു ഫൗണ്ടേഷൻ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് അതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അടിപൊളിയാക്കാം. കാരണം മുഖത്തുള്ള കറുത്ത പാടൊന്നും വെളിയിൽ കാണരുതല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എൻ്റെ കണ്ണിൽ കരി വരയ്ക്കാം. കരി വരയ്ക്കുന്നത് ഇഷ്ടമാണ്, എല്ലാവർക്കും കരി വരയ്ക്കാൻ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് കരി വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കരിയൊക്കെ വരച്ചിട്ട് ചുണ്ടിലിത്തിരി ലിപ് ബാമൊക്കെ ഇട്ട് അടിപൊളിയാക്കി. അപ്പോൾ പിരിയം കുറച്ച് എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിരിയം എഴുതിയപ്പോൾ ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. പക്ഷേ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു, എങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ. പിന്നെ അതിൻ്റെ കൂടെ ഇത്തിരി പൗഡർ എടുത്തിട്ടാണ്, കാരണം കരി മാഞ്ഞു പോകരുതല്ലോ, അതുകൊണ്ട്. പിന്നെ കുറച്ച് മുടി പിരുത്തിട്ട്, ആരാ ദേശീയോ അല്ല, ഇത് ഞാൻ തന്നെയാണ്. അപ്പോൾ മുടി കുറച്ച് സെറ്റാക്കാണ്ട്, മുടി എങ്ങനെ കെട്ടുമെന്നാണ് ഞാൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ചു. മുടി ഷർട്ടാണ് ഇടുന്നത്, അപ്പോൾ മുടി എങ്ങനെ കെട്ടണം? സിമ്പിളായിട്ടല്ലേ കെട്ടാൻ പറ്റുള്ളൂ, സിമ്പിളായിട്ട് കെട്ടാം. അതിങ്ങനെ വേണോ എങ്ങനെ വേണം എന്നാലോചിച്ച് കുറച്ച് നേരം തല പുകഞ്ഞു. പിന്നെ ആലോചിച്ചു, ഓക്കെ, ഞാൻ എന്നും കെട്ടുന്ന പോലെ തന്നെ അങ്ങ് മുടി സിമ്പിളായിട്ട് അങ്ങ് കെട്ടാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ വെച്ചൊക്കെ നോക്കി, അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഡ്രസ്സ് മാറ്റി വന്നിട്ട് മുടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ട് മുടി വന്ന് സെറ്റ് ചെയ്യാണ്. രണ്ട് സൈഡിലായിട്ട് പാർട്ടീഷൻ എടുത്തിട്ട് ഒരു സൈഡിൽ മുടി കുറച്ചെടുത്ത് ചുരുട്ടി അവിടെ ക്ലിപ്പ് ചെയ്തിട്ട്, അപ്പുറത്തെ സൈഡും അതേപോലെ ചുരുട്ടി എടുത്തിട്ട് ക്ലിപ്പ് ചെയ്യാം. കുറച്ച് മുടി എടുത്ത് ചുരുട്ടി വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്ലിപ്പ് ചെയ്തു. എനിക്ക് ഇങ്ങനെ കെട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് മുടി. പക്ഷെ മുടി കുറച്ചും കൂടി ഇങ്ങനെ പറന്ന് കിടന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം മുടിയിൽ കുറച്ച് എണ്ണ 2 ദിവസം മുമ്പ് തേച്ചിരുന്നു, അതുകൊണ്ട് മുടി ഇത്തിരി ഒതുങ്ങിയ പോലെ തോന്നി. പക്ഷെ എന്നാലും നന്നായിട്ട് കിടന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ അങ്ങനെ മുടി കുറച്ച് പൊങ്ങിയിരുന്നതെല്ലാം ശരിയാക്കി അടിപൊളിയാക്കി. ഓക്കെ, കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ അതിനിടയ്ക്ക് കറണ്ട് പോയതുകൊണ്ട് വേർത്തു കുളിച്ച് ഞാൻ. അപ്പോൾ പിന്നെ ലിപ്സ്റ്റിക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടു. അതിൻ്റെ ഇടയിൽ കറണ്ട് വന്നിട്ട് പിന്നെയും പോയി. പിന്നെ മുകളിലത്തെ ഷെയ്ഡിനെക്കാട്ടി കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ബ്ലെൻഡ് ആയപ്പോൾ നല്ലൊരു കളർ ഷെയ്ഡ് കിട്ടി. എനിക്ക് ആ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആ കളർ ഷെയ്ഡിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഓക്കെ, ഇപ്പം തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു കുറവ്, അപ്പോൾ കണ്ണിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ തോന്നുന്നു. കണ്ണ് കുറച്ചും കൂടെ ബ്യൂട്ടി ആക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. അങ്ങനെ കണ്ണിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു ചേഞ്ച് കൊണ്ടുവരുത്തായിരുന്നു എന്ന് തോന്നി. അങ്ങനെ അലീനർ വരച്ചില്ലല്ലോ എന്ന് പിന്നെയാണ് ആലോചിച്ചത്. അങ്ങനെ അലീനർ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കണ്ണിൻ്റെ പീലിയൊക്കെ ഒന്ന് ശരിയാക്കി സെറ്റാക്കി എടുക്കാൻ വേണ്ടി, അങ്ങനെ കണ്ണിൻ്റെ ആ പോർഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി ഞാൻ ഓക്കെ, അലീനർ വരയ്ക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ അലീനർ വരയ്ക്കാൻ തീരുമാനിച്ചിട്ട് ഞാൻ നോക്കി കുറച്ച് നേരം. ഓക്കെ, ഇത്രയും മതിയോ, സിമ്പിളായോ? അപ്പോൾ ഞാൻ അലീനറും കൂടെ വരച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അലീനർ വരയ്ക്കാൻ, അപ്പോൾ ഞാൻ എടുത്തിട്ട് ആ സൈഡ് നോക്കി വരയ്ക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തത്, ക്യാമറയെ നോക്കി വരയ്ക്കാമെന്ന് വെച്ചു. അങ്ങനെ ക്യാമറയെ നോക്കി വരച്ചപ്പോൾ ഓക്കെ, കൊള്ളാം, നല്ല രസമുണ്ട്. ഫൈനൽ ലുക്ക് ഓക്കെ ആയിരുന്നു എന്ന് തോന്നി. ഓക്കെ, ഞാനിങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാറ്. ചെറിയൊരു സിമ്പിൾ മേക്കപ്പാണ്, വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷനും കുറച്ച് എന്താ പറയുക, ഒരു ടച്ചപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ലിപ്സ്റ്റിക്കും ഇട്ടു. ഇപ്പോൾ ഞാൻ എവിടെയാണ് പോകുന്നു എന്നുള്ള രീതിയിൽ കല്യാണി എൻ്റെ അടുത്ത് വന്ന് അടി കൂടുക. ഞാൻ എവിടെയും പോകണ്ട. ഞാൻ റെഡിയായി എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോഴും അവളിങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റി കുറച്ച് സുന്ദരിയായപ്പോൾ അവൾ വിചാരിച്ചു ഞാൻ എവിടെ പോകുന്നെന്ന്. ഞാൻ ശരിക്കും എവിടെയും പോകണില്ല. അവൾ പിന്നെ ഇങ്ങനെ വാശി പിടിച്ച് എന്നെ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ വീഡിയോ എടുക്കാൻ അവൾ സമ്മതിച്ചില്ല. പിന്നെ അവളെ കൂടെ കുറച്ച് നേരം കളിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഡാൻസൊക്കെ കളിച്ചു അവളെ കൂടെ. അവളപ്പോഴും എന്നെ കയറി പിടിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. ഓക്കെ,
ഓക്കെ, എൻ്റെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു.